നമസ്കാരം. അമ്മ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് ആണ്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തേത് അകർമ്മക ക്രിയയ്ക്ക് ഉദാഹരണം ഏത് എന്നതാണ്. വിറയ്ക്കുക, ആട്ടുക, ഉറക്കുക, അയക്കുക. അതിനു മുമ്പ് എന്താണ് അകർമ്മകം, എന്താണ് സകർമ്മകം എന്നൊന്ന് അറിഞ്ഞിരിക്കണം. കർമ്മമില്ലാത്തതാണെങ്കിൽ അകർമ്മകവും കർമ്മമുള്ളതാണെങ്കിൽ സകർമ്മകവുമാണ്. അപ്പൊ നോക്കൂ, വിറയ്ക്കുക എന്നാണ്. ആരെ വിറയ്ക്കുക അല്ലെങ്കിൽ എന്തിനെ വിറയ്ക്കുക എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ? ഉത്തരം കിട്ടുന്നില്ല. അങ്ങനെ ഉത്തരം കിട്ടാത്തത് അകർമ്മക ക്രിയയാണ്. ആട്ടുക, ആരെ ആട്ടുക, എന്തിനെ ആട്ടുക എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. കുഞ്ഞിനെ ആട്ടുക എന്ന് ഉത്തരം കിട്ടും. ആരെ ഉറക്കുക എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞിനെ ഉറക്കുക എന്ന് പറയാം. ആരെ അയക്കുക, എന്തിനെ അയക്കുക എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോ ഇതിൽ ഏതാണ് ഉത്തരം കിട്ടുന്നതെല്ലാം സകർമ്മകമാണ്. ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ അത് സകർമ്മകമാണ്, കിട്ടുന്നില്ലെങ്കിൽ അത് അകർമ്മകമാണ്. അതുകൊണ്ട് വിറയ്ക്കുക എന്നതാണ് അകർമ്മകത്തിന് ഉദാഹരണമായിട്ടുള്ളത്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്തത് ഓടുന്നവൻ എന്നത് പിരിച്ചെഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓടുന്ന അവൻ, ഓടുന്നവൻ, ഓടുന്നവൻ, ഓടുന്ന അൻ. ഏതാണ് ശരിയായ ഉത്തരം? നമുക്കറിയാം, ഓടുന്ന അവനെയാണ് കൂട്ടിച്ചേർത്ത് നമ്മൾ ഓടുന്നവൻ എന്നാക്കി മാറ്റുന്നേ. അപ്പൊ ഇവിടുത്തെ സന്ധി ഏത് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം പറയാ? ഏത് സന്ധി ആയിരിക്കും? ഒന്ന് നോക്കൂ, ഇവിടെ ന എന്നുള്ള അക്ഷരമാണ്. അത് ന് പ്ലസ് ആയാണ് ന എന്ന് വരുന്നേ. അതുപോലെ പ്ലസിന് ശേഷം നമുക്കിവിടെ ഒരു ആ കൂടിയുണ്ട് അല്ലെ. അപ്പൊ പ്ലസ് ഒരു ആ കൂടിയുണ്ട്. ഇത് കൂടിച്ചേരുമ്പോൾ ശരിക്ക് ആ എന്നാണ് വരട്ടെ. പക്ഷെ നമുക്കിവിടെ ഓടുന്നവൻ എന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഒരു അകാരം ലോപിച്ചു പോയി എന്നാണ്. അതുകൊണ്ട് ഇത് ലോപസന്ധിക്ക് ഉദാഹരണമാണ് എന്നുകൂടെ ഓർത്തിരിക്കുക. ഏതാണ് ലോപിച്ചത് എന്ന് ചോദിച്ചാൽ അകാരമാണ് ലോപിച്ചത്. അടുത്തത് ശ്യാമമാധവം. ശ്യാമമാധവം എന്നത് ആരുടെ കൃതിയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ശ്യാമമാധവം ആരുടെ കൃതിയാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. വയലാർ രാമവർമ്മ, സുഗതകുമാരി, പ്രഭാവർമ്മ, ONV കുറുപ്പ്. നമുക്കറിയാം ശ്യാമമാധവം പ്രഭാവർമ്മയുടെ കൃതിയാണ്. പ്രഭാവർമ്മ. അടുത്തത് ഗാന്ധിജിയെ ഒരിക്കലെങ്കിലും നേരിൽ കാണുക എന്ന ഉദ്ദേശത്തോടെയാണ് അയാൾ യോഗ സ്ഥലത്ത് എത്തിയത്. ഇതിലെ തെറ്റായ പ്രയോഗം ഏത് എന്നതാണ് ചോദ്യം. ഒരിക്കലെങ്കിലും യോഗ സ്ഥലത്ത് ഉദ്ദേശത്തോടെ നേരിൽ കാണുക. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അയാളുടെ ലക്ഷ്യം എന്തായിരുന്നു? ഒരു തവണയെങ്കിലും ഗാന്ധിജിയെ ഒന്ന് നേരിൽ കാണണം എന്ന ഉദ്ദേശ്യത്തോടെയാണ് അയാൾ പോയത്. ഉദ്ദേശ്യം എന്ന വാക്കിന്റെ അർത്ഥമാണ് ലക്ഷ്യം എന്നത്. അപ്പൊ ഒരിക്കലെങ്കിലും ഗാന്ധിജിയെ കാണണം എന്ന ലക്ഷ്യത്തോടെയാണ് അയാൾ പോയത് എങ്കിൽ ഇവിടെ ഉദ്ദേശ്യം എന്ന പദമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടിയിരുന്നത്. ഇവിടെ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? ഉദ്ദേശം എന്നാണ് തന്നിട്ടുള്ളത്. ഉദ്ദേശം. അപ്പൊ ഇതാണ് തെറ്റായ പദം. ഈ വാക്കിന്റെ അർത്ഥം ഏകദേശം എന്നാണ്. അപ്പൊ നമ്മൾ പറയുമല്ലോ, യോഗത്തിന് എത്ര പേരുണ്ടായിരുന്നു? അപ്പൊ പറയും ഏകദേശം 1000 പേർ ഉണ്ടായിരുന്നു എന്ന് പറയും. അപ്പൊ ഉദ്ദേശം ഏകദേശമാണ്. ഉദ്ദേശ്യം എന്ന വാക്കിനാണ് ലക്ഷ്യം എന്നുള്ള അർത്ഥമുള്ളത്. അപ്പൊ ഇവിടെ തെറ്റായത് ഓപ്ഷൻ സി ആണ്. അടുത്തത് ബേർഡ്സ് ഐ വ്യൂ എന്ന ശൈലിയുടെ തർജ്ജമ എന്ത് എന്നാണ്. പക്ഷിയുടെ നോട്ടം, വിശാലമായ കാഴ്ചപ്പാട്, വിഹഗ വീക്ഷണം, പാർശ്വവീക്ഷണം. വിശാലമായതാണ് അല്ലെ, വിഹഗ വീക്ഷണം എന്നാണ് നമ്മൾ പറയാ. ബേർഡ്സ് ഐ വ്യൂ എന്നതിന്റെ തർജ്ജമ വിഹഗ വീക്ഷണം എന്നാണ്. അടുത്തത് ആനന്ദ് എന്നത് ആരുടെ തൂലികാ നാമമാണ് എന്നതാണ് ചോദ്യം. പി സച്ചിദാനന്ദൻ, കെ സച്ചിദാനന്ദൻ, CV ആനന്ദബോസ് ഇവരാരുമല്ല. ഇതിൽ കെ സച്ചിദാനന്ദനാണ് കവിത എഴുതുന്ന സച്ചിദാനന്ദൻ എന്ന് ഓർത്തിരിക്കണേ. കവിത എഴുതുന്നത് കെ സച്ചിദാനന്ദനാണ്. ആനന്ദ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് പി സച്ചിദാനന്ദനാണ്. പി സച്ചിദാനന്ദൻ. പി വിളിച്ച് നടക്കുമ്പോഴല്ലേ നമുക്ക് ആനന്ദം ഉണ്ടാവുക. കുട്ടികളൊന്ന് സങ്കല്പിച്ചു നോക്കിയേ, അവർ പി വിളിച്ച് നടക്കുമ്പോഴായിരിക്കും ഭയങ്കര ആനന്ദം കിട്ടുക. അപ്പൊ പി സച്ചിദാനന്ദനാണ്
ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന കെ സച്ചിദാനന്ദൻ ആണെങ്കിൽ അത് കവിത ചൊല്ലുന്ന സച്ചിദാനന്ദൻ അല്ലെങ്കിൽ കവിത എഴുതുന്ന സച്ചിദാനന്ദൻ. അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാറിപ്പോവില്ല കേട്ടോ. അടുത്തത് അവഗാഹം എന്ന പദത്തിന്റെ അർത്ഥമെന്ത് എന്നതാണ് ചോദ്യം. അവഗാഹം അറിവില്ലായ്മ, ആഴത്തിലുള്ള അറിവ്, അടിത്തട്ട്, അസംബന്ധം. ഏതാ കറക്റ്റ്? അയാൾക്ക് ആ കാര്യത്തിൽ ഭയങ്കര അവഗാഹമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതിനെക്കുറിച്ച് ആഴത്തിലുള്ള അറിവിനെയാണ് നമ്മൾ പറയുക കേട്ടോ. അവഗാഹം എന്നാൽ ആഴത്തിലുള്ള ഡീപ്പ് നോളേജിനെയാണ് അവഗാഹം എന്ന പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തത് വി ഹാവ് എ ലിറ്റിൽ ടൈം ബിഫോർ ദ ട്രെയിൻ ലീവ്സ് എന്നതിന്റെ പരിഭാഷയാണ് ചോദിച്ചിരിക്കുന്നത്. വി ഹാവ് എ ലിറ്റിൽ ടൈം. ലിറ്റിൽ എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് അറിയുന്നതാണ്. ലിറ്റിൽ എന്ന് വെച്ചാൽ ഒന്നുമില്ല അല്ലെ. എ ലിറ്റിൽ ആണെങ്കിലോ കുറച്ച് എന്നാണ്, കുറച്ച്. അപ്പൊ എ ലിറ്റിൽ ടൈം എന്ന് പറഞ്ഞാല് കുറച്ച് സമയമുണ്ട്. എപ്പോ? ബിഫോർ ദ ട്രെയിൻ ലീവ്സ്. ട്രെയിൻ പുറപ്പെടുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് സമയമുണ്ട് എന്നാണ്. നമുക്ക് നോക്കാം. ട്രെയിൻ വിടുന്നതിന് മുമ്പ് നമുക്ക് ഒട്ടും സമയമില്ല. തെറ്റാണ്. ട്രെയിൻ വിടുന്നതിന് മുമ്പ് നമുക്ക് അല്പസമയം ബാക്കിയുണ്ട്. ഏകദേശം ശരിയാണ്. ബാക്കി കൂടെ നോക്കാം. ട്രെയിൻ വിടുന്നതിന് മുമ്പ് നമുക്ക് ധാരാളം സമയമുണ്ട്. തെറ്റാണ്. നമ്മൾ എത്തുമ്പോഴേക്കും ട്രെയിൻ വിട്ടുപോയിരിക്കും. പൊട്ടത്തെറ്റാണ്. അപ്പൊ ഏതാ കറക്റ്റ്? ഓപ്ഷൻ ബി ആണ്. ട്രെയിൻ വിടുന്നതിന് മുമ്പ് നമുക്ക് അല്പസമയം ബാക്കിയുണ്ട് എന്നതാണ് ശരിയായ പരിഭാഷ. അടുത്തത് കണ്ണീര് എന്നതിന്റെ പര്യായം അല്ലാത്തതേത് എന്നതാണ് ചോദ്യം. അശ്രു, മിഴിനീർ, നയനാമ്പു, രോദനം. ഇതിലേതാണ് കണ്ണീരിന്റെ പര്യായം അല്ലാത്തത്? നമുക്കറിയാവുന്നതാണ്. അശ്രു, മിഴിനീർ, നേത്രാമ്പു, നയനാമ്പു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കണ്ണുനീരിന്റെ പര്യായമാണ് അല്ലെ. എല്ലാം കണ്ണീരിന്റെ പര്യായമാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പര്യായം അല്ലാത്തതാണ്. അത് രോദനമാണ്. രോദനം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? എല്ലാവർക്കും അറിയാം, കരച്ചിലാണ് അല്ലെ. അടുത്തത് കുരിശ് അധികം അടയാളം, കുരിശടയാളം എന്ന ചോദ്യമാണ്. അതിലെ സന്ധി ഏത് എന്നതാണ് ചോദ്യം. ആഗമം, ലോപം, ആദേശം, ദ്വിത്വം. നമുക്ക് നോക്കാം. കുരിശ് അധികം അടയാളം കൂടിച്ചേർന്ന് കുരിശടയാളമായി. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. നോക്കൂ, ഇവിടെയുള്ള ചന്ദ്രക്കല അല്ലെ. ചന്ദ്രക്കലേനെ നമ്മൾ എന്തെന്നാ പറയുന്നേ? സമൃദ്ധോകാരം എന്നാണ് പറയുന്നേ. ചന്ദ്രക്കലേനെ നമ്മൾ പറയുന്നത് സമൃദ്ധോകാരം എന്നാണ്. ഇവിടെയുള്ള സമൃദ്ധോകാരമാണ് കാണാതെ പോയിരിക്കുന്നത്. അങ്ങനെ ഒരു വർണ്ണം ലോപിക്കുന്നത് ലോപസന്ധിക്ക് ഉദാഹരണമാണ്. ക്ലിയർ ആണല്ലോ. ഓടുന്ന വണ്ടി. ഇതിലെ ഓടുന്ന എന്ന വാക്ക് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിയ, വിനയച്ചം, പേരച്ചം, നാമം. നമുക്കറിയാം ഓടുന്ന, ചാടുന്ന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്രിയയുടെ രൂപമാണ് എന്ന് നമുക്കറിയാം. എങ്കിലും ഒന്ന് നോക്കൂ, വണ്ടി എന്നത് എന്താണ്? നാമമാണ്. ഇങ്ങനെ നാമത്തിനോട് ചേർന്ന് നിൽക്കുന്ന ക്രിയയ്ക്ക്, നാമത്തിനോട് ചേർന്ന് നിൽക്കുന്ന ക്രിയയ്ക്ക് നമ്മൾ എന്താ പറയുന്നേ? വിനയച്ചം എന്നാണോ പേരച്ചം എന്നാണോ? പേരച്ചം എന്നാണ് പറയാ. നാമത്തിനോട് ചേർന്ന് നിൽക്കുന്ന ക്രിയയ്ക്ക് പറയുന്നത് പേരച്ചം എന്നും ക്രിയയോട് ചേർന്ന് നിൽക്കുന്ന ക്രിയയ്ക്ക് പറയുന്നത് വിനയച്ചം എന്നുമാണ്. നോക്കൂ, കാണാൻ പോയി. പോയി എന്നത് പ്രധാനമാണ്. അതിനോട് ചേർന്ന് നിൽക്കുന്ന കാണാൻ എന്നുള്ളത് അപ്രധാനം അല്ലെ. അപ്പൊ രണ്ട് പദങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. രണ്ട് ക്രിയകൾ തന്നിട്ടുണ്ട്. ക്രിയയോട് ക്രിയ ചേരുന്നതിനെയാണ് നമ്മൾ വിനയച്ചം എന്ന് പറയാ. നാമത്തിനോട് ക്രിയ ചേരുന്നതിന് നമ്മൾ പറയുന്ന പേര് പേരച്ചം എന്നാണ്. ക്ലിയർ ആണോ? അമ്മയാൽ എന്നതിലെ ആൽ പ്രത്യയം ഏത് വിഭക്തിയെ സൂചിപ്പിക്കുന്നു എന്നതാണ്. ആ ശ്ലോകം നമ്മൾ ഒരുപാട് തവണ ചൊല്ലിയിട്ടുള്ളതാണ്. ആൽ പ്രയോജികയാം ഹേതു എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. ആൽ പ്രയോജികയാം ഹേതു. ആൽമരം കൊണ്ട് പ്രയോജനമുണ്ട് എന്ന് നമ്മൾ കോഡായിട്ട് പറയാറുണ്ട്. നോക്കൂ, നിർദ്ദേശിക, സംയോജിക, ആധാരിക, പ്രയോജിക. ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി പ്രയോജികയാണ്. പ്രയോജികയാണ് ആൽ വിഭക്തി വരുന്നത്. അടുത്തത് എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന കൃതിയുടെ കർത്താവാര് എന്നതാണ് ചോദ്യം. ആറ്റൂർ രവിവർമ്മ, ആർ രാമചന്ദ്രൻ, സച്ചിദാനന്ദൻ, ഒളപ്പമണ്ണ. എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്നത് സച്ചിദാനന്ദന്റേതാണ്. അടുത്ത ചോദ്യം, എന്റെ നാടുകടത്തൽ ആരുടെ കൃതിയാണ് എന്നതാണ്. എന്റെ നാടുകടത്തൽ VT ഭട്ടതിരിപ്പാട്, ജോർജ് ഓണക്കൂർ, EMS നമ്പൂതിരിപ്പാട്, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഓർത്തു വെക്കുക,
എല്ലാ ലക്ഷണങ്ങളും അടങ്ങിയത് അല്ലെങ്കിൽ ഒരുവിധം ലക്ഷണങ്ങൾ എല്ലാം തികഞ്ഞ ആത്മകഥ ഏത് എന്ന് ചോദിച്ചാലും അത് എന്റെ നാടുകടത്തൽ തന്നെയാണ്. ആദ്യത്തെ ആത്മകഥ പാച്ചുമൂത്തതിന്റെയാണ്. പാച്ചുമൂത്തത് എഴുതിയതാണ് ഏറ്റവും ആദ്യത്തെ ആത്മകഥ എന്നോർത്തിരിക്കുക. വൈക്കത്ത് പാച്ചുമൂത്തതിൻ്റെതാണ് ആദ്യത്തെ ആത്മകഥ. എന്നാൽ ലക്ഷണങ്ങളെല്ലാം തികഞ്ഞത് എന്നുള്ള അർത്ഥത്തിൽ പറയപ്പെടുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ എന്റെ നാടുകടത്തൽ എന്നതാണ്. സുഖഭോഗങ്ങൾ എന്നത് എങ്ങനെ വിഗ്രഹിക്കാം എന്നതാണ്. സുഖമാകുന്ന ഭോഗങ്ങൾ, സുഖത്തിന്റെ ഭോഗങ്ങൾ, സുഖവും ഭോഗവും, സുഖമായ ഭോഗങ്ങൾ. ഏതാ കറക്റ്റ്? സുഖഭോഗങ്ങൾ എന്നത് സുഖവും ഭോഗവും എന്നാണ്. സുഖവും ഭോഗവും എന്നാണ്. അത് ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണമാണ്. അടുത്തത് പ്രാവേ പ്രാവേ പോകരുതേ വാവാ കൂട്ടിനകത്താക്കാം ചോറും കറിയും പോരെങ്കിൽ അല്ല പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. അങ്ങനെയല്ലേ? അത് ആരുടെ വരികളാണ് എന്നതാണ് ചോദ്യം. ആശാൻ ഉള്ളൂർ വള്ളത്തോൾ കുഞ്ഞുണ്ണി മാഷ്. പറഞ്ഞോളൂ. ഉള്ളൂരിൻ്റെതാണ്. കൂടിന്റെ അകത്താക്കലല്ലേ? അകത്താക്കുന്നത് ഉള്ളൂരാണ് എന്നാലോചിച്ച് വെക്കുക. ഭാരതാക്ഷമേ പെൺമക്കൾ അടുക്കളക്കാരികൾ വീടാം കൂട്ടിൽ കുടുങ്ങും തത്തമ്മകൾ. വീടിന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന സ്ത്രീകളെ കുറിച്ചിട്ട് പറയുന്നതും ഉള്ളൂര് തന്നെയാണ്. അങ്ങനെ ഓർത്തു വെച്ചാൽ മതി കേട്ടോ. അടുത്തത് ശരിയായ പദം ഏത് എന്നതാണ്. നീരാഞ്ജനം എന്ന് പല രീതിയിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ പറയുമ്പോ അയ്യപ്പന്റെ അമ്പലത്തിലൊക്കെയാണ് നമ്മൾ നീരാഞ്ജന വഴിപാടൊക്കെ കഴിപ്പിക്കുക. നീരാഞ്ജനം നീരാഞ്ജനം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അത് നീരാജനമാണ്. ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. നീരാജനം എന്നാ പറയാ കേട്ടോ. നീരാജനം. അടുത്തത് ധനത്തിൽ എന്ന പദം എങ്ങനെ പിരിച്ചെഴുതാം എന്നതാണ് ചോദ്യം. ധനം അധികം ഇൽ, ധനത്ത് ഇൽ, ധനം ത്തിൽ, ധനത്തിൽ. ഏതാ കറക്റ്റ്? ധനം അധികം ഇല്ലാണ്. ധനം അധികം ഇല്ലാണ് കൂടിച്ചേരുമ്പോ ധനത്തിൽ എന്നായി മാറുന്നത്. അടുത്തത് ഭൂഷണം എന്നതിന്റെ വിപരീതം എന്ത് എന്നതാണ്. അഭൂഷണം, ദൂഷണം, വിഭൂഷണം, അനഭൂഷണം. ഏതാ കറക്റ്റ്? ഭൂഷണത്തിന്റെ വിപരീതം എന്താണ്? അത് ദൂഷണമാണ്. ഭൂഷണം എന്ന പദത്തിന്റെ വിപരീതം ദൂഷണം. അടുത്തത് ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ് എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്നതാണ്. വളച്ചു കെട്ടി പറയുക, കുറ്റിച്ചെടി തല്ലിയൊടിക്കുക, അനുസരണക്കേടിന് ശിക്ഷിക്കുക, വളർച്ച മുരടിപ്പിക്കുക. ഏതാ കറക്റ്റ്? വളച്ചു കെട്ടി കാര്യം. ചില ആളുകൾ അങ്ങനെയാണ് അല്ലെ, വളച്ചു കെട്ടി കാര്യം പറയുള്ളൂ. അങ്ങനത്തെ ഒരു ശൈലിക്ക് നമ്മൾ പറയുന്നതാണ് ബീറ്റിംഗ് എറൗണ്ട് ദ ബുഷ് എന്നത്. അടുത്തത് ഘോഷി ഏതാണ്? ഘോഷി നമുക്കറിയാം, അക്ഷരങ്ങളെ തിരിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മധ്യമങ്ങൾ, ഊഷ്മാക്കൾ എന്നൊക്കെ പറഞ്ഞ് തിരിക്കും. അതിൽ ഘോഷി, ഘോഷി എന്ന് പറയുമ്പോ ആഘോഷിക്കുക എന്നാലോചിക്കുക കേട്ടോ. ആഘോഷിക്കുക എന്നാലോചിക്കുക. ഒറ്റയ്ക്ക് നിന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നവനാണ് ഹ. ഹായാണ് ഘോഷിയിൽ പെടുന്നത് എന്നാലോചിക്കുക. ഹ എന്നുള്ള ഒരക്ഷരമാണ് ഘോഷി എന്ന വിഭാഗത്തിൽ വരുന്നത്. അടുത്തത് ഡിഡ് യു റീഡ് ദ ബുക്ക് ഐ ഗേവ് യു എന്നതിന്റെ വിവർത്തനം ചോദിച്ചിരിക്കുന്നു. വായിച്ചോ നീ ഞാൻ തന്ന പുസ്തകം? നീ വായിച്ചോ പുസ്തകം ഞാൻ തന്നത്? ഞാൻ തന്ന പുസ്തകം നീ വായിച്ചോ? ഞാൻ തന്നതായ പുസ്തകത്തെ നീ വായിച്ചുവോ? ഏതാ കറക്റ്റ്? ഡിഡ് യു റീഡ് ദ ബുക്ക് ഐ ഗേവ് യു. അതായത് ഞാൻ തന്ന പുസ്തകം നീ വായിച്ചോ എന്നതാണ് അല്ലെ. ഞാൻ തന്ന പുസ്തകം നീ വായിച്ചോ എന്നതാണ് ശരിയായത്. അടുത്തത് വാക്സിംഗ് ആൻഡ് വാർണിംഗ് ആണ്. അതിന്റെ പരിഭാഷയാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റക്കുറച്ചിലുകൾ, വേലിയേറ്റവും വേലിയിറക്കവും, വൃദ്ധിക്ഷയങ്ങൾ, ഉദയാസ്തമയങ്ങൾ. ഏതാ മക്കളെ കറക്റ്റ്? വാക്സിംഗ് ആൻഡ് വാർണിംഗ് എന്ന് പറയുമ്പോൾ അത് വൃദ്ധിക്ഷയങ്ങളാണ് അല്ലെ. വൃദ്ധിക്ഷയങ്ങളാണ്, കറക്റ്റ് ആണ്. ദൃശ്യം എന്നതിന്റെ വിഗ്രഹാർത്ഥം എന്ത്? അതായത് ഘടകപദമാക്കുന്നത് എങ്ങനെ എന്നതാണ്. ദർശിക്കപ്പെടാവുന്നത്, ദർശിക്കുന്നവൻ, ദർശിക്കുന്ന ക്രിയ, ദർശിക്കുന്ന ശീലം. ഏതാ ദൃശ്യം? ദൃശ്യം എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അല്ലെ. അപ്പൊ ദർശിക്കപ്പെടാവുന്നത് എന്നതിന്റെ ഒറ്റപ്പദമാണ് ദൃശ്യം എന്നത്. അങ്ങനെ 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എത്രണ്ണം സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുക, താഴെ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഡിയേഴ്സ്. ബൈ.